ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ വളന്തകാട് ദ്വീപിലേക്ക്. അതായത് ഇവിടെ കൊച്ചിയുടെ അടുത്ത് തന്നെ മരട്ടിൽ ഒരു വളന്തകാട് ദ്വീപ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ വാട്ടർ ആക്ടിവിറ്റീസ് എന്തൊക്കെയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇന്ന് വന്നപ്പോഴാണ് കണ്ടത്. ഞാനും എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഇതാണ് അശ്വിൻ ചേട്ടൻ. ഈ ചേട്ടൻ്റെ ഒപ്പമാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നത്. ഈ നാട്ടുകാരനാണ്. ഫുള്ളും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് വളന്തകാട്. അതിൽ ഉയർന്നു നിൽക്കുന്ന കണ്ടൽക്കാടാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി. കൊച്ചിയിൽ തൊട്ടടുത്തുള്ള ഒരു ഏരിയ ആണ്. അത്ര പൊല്യൂട്ടഡ് ആവാത്ത, ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന, കൊച്ചിയുടെ ഓക്സിജൻ പാർലർ എന്നാണ് വളന്തകാടിനെ വിളിക്കുന്നത്. അങ്ങനെയുള്ളൊരു അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് വളന്തകാട്. ഇവിടെ താമസിക്കുന്ന ആൾക്കാരും മെയിനായിട്ട് യൂസ് ചെയ്യുന്നവരുടെ വള്ളങ്ങളാണ്. എല്ലാവർക്കും ഒരുവിധം വള്ളങ്ങൾ സ്വന്തമായിട്ടുണ്ട്. 45ഓളം കുടുംബങ്ങളാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ആദ്യം ഇവർ വെള്ളം തുഴഞ്ഞിട്ട് അടുത്തുള്ള കടവിലെത്തിയിട്ട് അവിടെ നിന്നാണ് ഇവരുടെ വണ്ടിയോ മറ്റോ ഉപയോഗിച്ചിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തുന്നത്. കണ്ടൽക്കാടുകളെ പറ്റി പണ്ട് പഠിക്കാനുണ്ടായിരുന്നെങ്കിലും സുനാമിയിൽ നിന്ന് സംരക്ഷിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇന്നാണ് മര്യാദയ്ക്കൊന്ന് കാണാനും അതിൻ്റെ വേരുകളിലൂടെ നടക്കാനൊക്കെ പറ്റിയത്. ഈ വീഡിയോസിലൂടെ എത്രത്തോളം ഇതിൻ്റെ ഭംഗി കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമാണ്. ഞങ്ങൾ പോയ സമയം ഒരു സൺസെറ്റൊക്കെ ആവുന്നതിന് കുറച്ച് മുന്നേ ഒരു ഗോൾഡൻ റേസ് ഒക്കെ വരുന്നൊരു സമയമാണ്. ഞങ്ങളവിടെ തന്നെ എത്തിയപ്പോൾ ഒരു വഴിയൊക്കെ അവിടെ അവരൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് വേരുകളിലേക്ക് കയറി അതിൻ്റെ പൊക്കത്ത് പോയിട്ട് താഴത്തോട്ടൊക്കെ നല്ല വ്യൂ ആണ്. പിന്നെ അത്യാവശ്യം ഒരു കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് അവിടെ നിന്നുള്ള കാഴ്ചകളും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതായിരുന്നു. ഇതിന് ഹിഡൻ മാൻഗ്രൂവ് ഫോറസ്റ്റ് എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രത്യക്ഷത്തിൽ കാണൂല, കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോൾ കാണുന്ന ഒരു കണ്ടൽക്കാടുകളാണിത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ആൾക്കാർ എന്നും വള്ളം തുഴഞ്ഞിട്ടാണ് അവർ സ്കൂളിലും കോളേജിലും ഹോസ്പിറ്റലും എല്ലാം പോകുന്നത്. ഇവർക്ക് പണി തീരാത്തൊരു പാലമുണ്ട്. കഴിഞ്ഞ MLA തുടങ്ങി വെച്ചൊരു പാലമാണ്. ഇപ്പോൾ MLA മാറി, പുതിയ ജനപ്രതിനിധികളാണ്. അപ്പോൾ ഇത് കാണുന്ന ജനപ്രതിനിധികൾ ഇത് പൂർത്തീകരിച്ച് വളന്തകാട്ടിലെ ആൾക്കാരുടെ ജീവിതം എളുപ്പമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.